എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു സദ്യയൊക്കെ എല്ലാവരും ഗംഭീരമായിട്ട് ആസ്വദിച്ചില്ലേ? അപ്പോൾ വിഷു സദ്യ കഴിഞ്ഞിട്ട് നല്ല ഉണർവായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ഇന്നൊരു ഊണിന് നമ്മൾ തയ്യാറാക്കുന്ന രണ്ട് കറി. സാധാരണ വീടുകളിലൊക്കെ രണ്ട് കറി തന്നെയല്ലേ ഉണ്ടാക്കാറുള്ളൂ ഊണിന്. ഒരുപാട് വിഭവങ്ങളൊന്നും ഊണിന് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഒരു രണ്ട് കറി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ഒരു ഒഴിച്ചു കൂട്ടാനും പിന്നെ ഒരു തോരനും. ഒഴിച്ചു കൂട്ടാൻ പാവയ്ക്ക് വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ കയപ്പയ്ക്ക എന്ന് പറയും, ചില ഇടങ്ങളിൽ പാവയ്ക്ക എന്ന് പറയും. പാവയ്ക്ക വെച്ചിട്ട് നല്ലൊരു വറുത്ത പുളിങ്കറിയാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ മുരിങ്ങക്കായും ചക്കക്കുരും വെച്ചിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ രണ്ടും പെട്ടെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. പോരും. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിനുള്ള കറികൾക്കുള്ള വേണ്ട കഷ്ണങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക, സവോള, അതുപോലെ മുരിങ്ങക്കായ, പിന്നെ ചക്കക്കുരു, ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ പാവയ്ക്ക വറുത്ത പുളിങ്കറി എന്നോ പാവയ്ക്ക തീൽന്നോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനായിട്ട് പാവയ്ക്ക നന്നായി കഴുകണം കേട്ടോ. പാവയ്ക്ക ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലെ മുള്ളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം നന്നായി ഉരച്ച് കഴുകണം. അതിനുശേഷം ഇതുപോലെ അരിഞ്ഞെടുത്ത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി കളഞ്ഞതിന് ശേഷം അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ എടുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്കാണത്. ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് രീതിയിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. കനം കുറഞ്ഞതുപോലെ വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിയുമ്പോൾ ഒന്ന് വറക്കണം. നമുക്ക് വറക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ. പൊടിയായി അരിഞ്ഞ് വറക്കുമ്പോൾ ഒരുപാട് എണ്ണ ആവശ്യം വരും. അത് കാരണം ഞാൻ ഇതുപോലെ വറക്കാൻ പാകത്തിന് ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കണം. മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് ഇനി അടുത്തത് വേണ്ടത്. സവോളയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ചേർക്കാം കേട്ടോ. ഒരു 8-10 കൊച്ചുള്ളി ചേർക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യം കറി തുടങ്ങാം. കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 പിടി നാളികേരം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ചെറിയ ഉള്ളി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വറക്കുമ്പോൾ തന്നെ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 3 ആളുടെ വീട്ടിലേക്ക് കറക്റ്റ് ഭാഗമാണ് കേട്ടോ. 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കറിയുടെ അളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതലുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടി ചേർക്കാം കേട്ടോ. ഇനി മുഴുവൻ മല്ലി ഉപയോഗിച്ചാണ് നിങ്ങൾ വറുക്കുന്നതെന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലി ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മല്ലിയും മുളകും എല്ലാം പൊടികളാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് നാളികേരത്തിൻ്റെ നിറമെല്ലാം മാറി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മുഴുവൻ മല്ലി, മുഴുവൻ മുളകാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് തന്നെ ചേർത്തിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അപ്പം നാളികേരമൊക്കെ നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ലോണം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കരിയാണ്ടിരിക്കാൻ അതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു നിറത്തിനാണ് കേട്ടോ അത്. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1-1.25 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ, വിരോധമില്ല. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക്, കയ്പ്പയ്ക്കൊക്കെ നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് 1.5 ടീസ്പൂൺ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പാനിൽ തന്നെ അത്യാവശ്യം ചൂടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 1-1.5 മിനിറ്റ് അതിൽ വെച്ച് വറുത്ത് നമുക്ക് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതുപോലെ വറുത്ത് അതിലെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു നിറം വന്നിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ മൂത്ത് നല്ല പരിവായി വന്ന സമയത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കയ്പ്പയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ കയ്പ്പയ്ക്ക എന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ വായിൽ അതേ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ പാവയ്ക്കാന്നോ കയ്പ്പയ്ക്കാന്നൊക്കെ ഓരോരുത്തരുടെ നാട്ടിലെ രീതിക്ക് അനുസരിച്ച് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഒരുപാടും വറുത്ത് മുരിയേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണമെങ്കിലും എടുക്കാം, സ്വാദിന് കുറവൊന്നും വരില്ല. ചിലവർ ഡീപ്പ് ഫ്രൈ ആയിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ വഴറ്റി കൊടുത്താൽ ഇതുണ്ടോ അത്യാവശ്യം റോസ്റ്റായി വരുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എണ്ണ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് സവോള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് ഒരു 1-1.5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ സവോള ഒന്ന് ചെറുതായിട്ട് മയങ്ങി വരും, ക്രിസ്റ്റൽ പരിവായിട്ട് വരും. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അരികും മുക്കൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുക്കാം. അങ്ങനെ കയ്പ്പയ്ക്ക അവിടെ ഇരിക്കട്ടെ. ആദ്യം വേണ്ട 2 കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് കറിയാവും കേട്ടോ. ഇനി ഞാനൊരു പാനിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പേസ്റ്റുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് മിക്സി കഴുകാനുള്ള വെള്ളം, അത്രയേ ഉള്ളൂ. മിക്സിയിലിട്ട് ഇളക്കിയിട്ടുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അതായത് അത്യാവശ്യം വലുപ്പമുള്ളൊരു നെല്ലിക്ക പരുവത്തിൽ ഉള്ള പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുതിർത്തി നന്നായി തിരുമ്പി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പുളിയൊക്കെ നന്നായിട്ട് വേണം കേട്ടോ. കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ശമിക്കാൻ അത് നല്ലതാണ്. പിന്നെ ഇത് പുളിങ്കറിയാണല്ലോ, കുറച്ച് പുളിക്ക് മുൻതൂക്കം കൂടും. പുളിയുടെ സ്വാദ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കയ്പ്പയ്ക്കയും അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒഴിച്ചു കൂട്ടാനാണല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ചാറ്, അതായത് ഗ്രേവി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം വീണ്ടും ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് ഉപ്പും മുളകും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം കേട്ടോ. നന്നായിട്ട് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചക്കക്കുരു വേവിക്കാൻ വെക്കാം. ഞാൻ ഏകദേശം ഒരു 10-15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇവിടെ ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് 1-2 വിസിൽ വെച്ച് കൊടുക്കാം. എനിക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലുകൊണ്ട് ചക്കക്കുരു വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ അതാവട്ടെ. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെന്തോന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളവും കറക്റ്റ് പാകമാണ്. നമുക്ക് ഈ വെള്ളം കളയണ്ട, മാറ്റി വെക്കാം. ചക്കക്കുരു മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് ഇതിലെ വെള്ളം നമുക്ക് മുരിങ്ങക്കായ വേവിക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാനിലേക്ക് മുരിങ്ങക്കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ ചക്കക്കുരു വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. എന്നാലേ മുരിങ്ങക്കായ നന്നായി വെന്ത് കിട്ടുള്ളൂ. ഈ മുരിങ്ങക്കായുടെ കൂടെ പച്ചമാങ്ങയും ചേർത്തിട്ട് നമ്മൾ അവിയൽ പോലെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പച്ചമാങ്ങയും മുരിങ്ങക്കായും പിന്നെ ചക്കക്കുരും കൂടിയിട്ട് നല്ല സ്വാദാണ്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം പിന്നെ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ആ ചക്കക്കുരു വേവിച്ച വെള്ളത്തിലും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ രണ്ടാമത് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഞാനിതിലേക്ക്, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് ഇതിൽ ചേർക്കുന്നില്ല. എരിവുള്ള മുളക് പൊടി ഏകദേശം ഒരു 3/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പക്ഷേ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ വെള്ളം വറ്റി അടി പിടിച്ച് പോവും. ഇപ്പോൾ കറക്റ്റ് വെള്ളമാണ്, കുറച്ച് വെള്ളം മതി നമുക്ക്. ഇത് തോരനുള്ളതാണല്ലോ, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് തൊട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിലാണെന്നുള്ളത്. കേട്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കുറുകും കേട്ടോ. ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം. ഒന്ന് അമർത്തി കൊടുത്താൽ മനസ്സിലാവും. കണ്ടോ, നന്നായിട്ട് പെട്ടെന്ന് മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എരിവെല്ലാം നോക്കാം കേട്ടോ. വേണമെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ നോക്കി, ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പും എല്ലാം ഇറങ്ങിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൂട്ടാൻ കിട്ടാനായിട്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകും ചെയ്യും. അപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ. ഈ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വറുത്തിടാനുണ്ട്. വറവും കൂടി ചേർന്നാലാണ് നമ്മുടെ പാവയ്ക്ക കൂട്ടാൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക കേട്ടോ. ഇപ്പം നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ ഉള്ളിയൊക്കെ വറുത്ത് ഇതുപോലെ വന്ന സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് കൊട്ടിക്കൊടുക്കാം. കറിയിലേക്ക് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ശരിക്കും വേറെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു കയ്പ്പയ്ക്ക കൂട്ടാറുണ്ടെങ്കിൽ വേറെ എന്ത് വേണം? നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി നമുക്ക് തോരന് വേണ്ടത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 പിടി നാളികേരം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. തോരനായതുകൊണ്ട് തന്നെ നാളികേരം കുറച്ച് വേണം കേട്ടോ. ഇനി അളവ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെളുത്തുള്ളി
ചേർക്കുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ ചക്കക്കുരു ഉള്ളതല്ലേ. വെളുത്തുള്ളി ഗ്യാസിന് വളരെ നല്ലതായതുകൊണ്ട് ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടിയും ചേർത്ത് നമുക്ക് ചതച്ചിട്ട് വരാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കഷ്ണം എന്തായി നോക്കാം. മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ ഒന്ന് വെന്തതിന് ശേഷം ചക്കക്കുരു ചേർക്കുകയായിരിക്കും നല്ലത്. കാരണം ചക്കക്കുരു ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നേരത്തെ ചേർത്താൽ വെന്തുടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് മുളകും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഒന്ന് അതായത് ചക്കക്കുരുവിലേക്ക് പിടിക്കട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ രണ്ടാമത് ചേർത്തു. പിന്നെ ചക്കക്കുരുള്ള വെള്ളത്തിലും ഉപ്പുണ്ട്. അധികമായിട്ടുണ്ടോ എന്ന് അറിയണല്ലോ. ഉപ്പെല്ലാം കറക്റ്റാണ്, വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വരില്ല. നാളികേരം ചേർത്താലും ഉപ്പ് കറക്റ്റ് ആയിരിക്കും കേട്ടോ, ഞാൻ നോക്കി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 1-1.5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരുവിലേക്ക് ഉപ്പും മുളകും എരിവും എല്ലാം അത് പിടിക്കും. ഇപ്പോൾ കറക്റ്റ് പരിവായിട്ടുണ്ട് കണ്ടോ. 1-1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കരിയും അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നാളികേരം കൂടി കൊട്ടിക്കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. നാളികേരമൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വരണം. അതായത് നാളികേരമൊക്കെ എല്ലാറ്റിലും യോജിച്ച് വരണം. എന്നാലേ തോരൻ്റെ ടേസ്റ്റ് കറക്റ്റായി വരുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന നാളികേരം മുരിങ്ങക്കായയിലൊക്കെ നന്നായി പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് പച്ച വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മണം അത്രയും ടേസ്റ്റാണ് ഈ തോരനുകൾക്കൊക്കെ തരിക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ തോരനിൽ വറുത്തിടുന്നില്ല, ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 റെസിപ്പിയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ നമുക്ക് കറികൾ കൂട്ടി ഊണ് കഴിച്ചാലോ. നല്ല കുത്തരിച്ചോറ്, ചൂട് പറഞ്ഞ ചോറാണ് കേട്ടോ. നല്ല ചൂടോടുകൂടിയാണ് കഴിക്കുന്നത്. കുത്തരിച്ചോറ്, നമ്മുടെ തോരൻ, ചക്കക്കുരുവിന് പകരം നിങ്ങൾക്ക് ഈ അധികം മൂക്കാത്ത കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അതിന് മുൻപ് റെസിപ്പി ഇട്ടിട്ടുണ്ട് കശുവണ്ടി വെച്ചിട്ടുണ്ടാക്കുന്നത്. അതായത് കശുവണ്ടിയുടെ ആ ഒരു പരിപ്പ് മൂത്തിട്ടുണ്ടാവില്ല, പിഞ്ച് പരിപ്പായിരിക്കും. അതുപോലെ ആ പഴം താഴത്തേക്കുള്ളത് വന്നിട്ടുണ്ടാവില്ല, പച്ച കളറിൽ ചെറിയ കോല് പോലെ ഇരിക്കും. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ കശുവണ്ടി പൊളിച്ചിട്ട് മുരിങ്ങക്കായോട് ചേർത്ത് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വറുത്ത പുളിങ്കറി. ഇത് നിങ്ങൾക്ക് കയ്പ്പയ്ക്ക വെച്ച് ചെയ്യാം, വെണ്ടയ്ക്ക വെച്ച് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പടവലങ്ങ വെച്ച് ചെയ്താലും ഈ ഒരു റെസിപ്പി സൂപ്പറാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വറുത്ത പുളിങ്കറി ചേർക്കുകയാണ്. കയ്പ്പയ്ക്ക പുളിയെന്നും സിമ്പിളായിട്ട് പറയാം കേട്ടോ. പാവയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു റെസിപ്പി. ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു റെസിപ്പി കഴിച്ച് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കയ്പ്പൊന്നും ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. നല്ല തൈരോ മോരോ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മോര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കട്ട തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കാം നമുക്ക്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചാറ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇത് വറുത്ത നെല്ലിക്ക അച്ചാറാണ്, നാടൻ വീട്ടിലുണ്ടാക്കിയ നാടൻ വറുത്ത നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് സലാഡ് ഭംഗിക്ക്, അതുപോലെ ആരോഗ്യത്തിനും കുക്കുംബർ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ മോര് കൂട്ടി കുഴച്ച് പാവയ്ക്ക് ഇങ്ങനെ എടുക്കണം. പാവയ്ക്ക കറി ഇങ്ങനെ കുഴമ്പ് പരുവത്തിലായിട്ട് കിട്ടണം. ഇനി ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് കുറച്ച് മുരിങ്ങക്കറി, ഒന്നും പറയാനില്ല കേട്ടോ. അത്ര സ്വാദാണ് ഈ ഒരു റെസിപ്പി. വെറും തൈരും ചോറും പിന്നെ ഈ ഒരു പാവയ്ക്കക്കറി മതി കേട്ടോ. സൂപ്പർ കോമ്പിനേഷനാണ്. ഞാൻ തനിയെ പാവയ്ക്ക മാത്രം ചേർത്ത് കഴിക്കുക. ഒട്ടും തന്നെ കയ്പില്ല. നമ്മൾ പുളിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഒട്ടും കയ്പില്ല.
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. അതുപോലെ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും തോരനോ അല്ലെങ്കിൽ ഓലൻ ഉണ്ടല്ലോ, ഓലൻ അങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിരിക്കും. ഈ ഒരു കറിയുടെ കൂടെ നമ്മുടെ ചക്കക്കുരു ചേർത്തിട്ടുള്ള തോരനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. അപ്പോൾ വേറെ ടേസ്റ്റി ഈസി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്